ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പറവട്ടാനി പള്ളിപ്പെരുന്നാളിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ലേറ്റായിട്ടുണ്ട് വീഡിയോ ഇടാനായിട്ട്, എന്നാലും ഇരിക്കട്ടെ. കഴിഞ്ഞ വെള്ളി ശനി ഞായറായിരുന്നു കേട്ടോ അവിടുത്തെ പെരുന്നാൾ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പോയപ്പോൾ ലൈറ്റ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായിട്ടാണ്. കാരണം എല്ലാ പ്രാവശ്യത്തിനേക്കാളും കുറച്ചുകൂടി വെറൈറ്റി കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം നേരം നമുക്ക് കണ്ടിരിക്കാനുള്ള ലൈറ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ, വെറൈറ്റി മീൻസ് ഒരുപാട് അധികം ഡിസൈൻസ് ഉണ്ടെന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നോക്കുമ്പോൾ പള്ളിപ്പറമ്പിൽ ആരും ഇല്ല കേട്ടോ. ഞങ്ങൾ ശനിയാഴ്ച പോയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വെച്ചാൽ ദൈവമേ ഇതെന്താണ് പെരുന്നാളായിട്ടൊരു മനുഷ്യൻ പോലും ഇല്ലല്ലോ പറമ്പിലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അമ്പിൻ്റെ സമയത്തൊക്കെ ആയപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടാണ്. ആദ്യമൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളവിടെ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ട് വന്നു. അപ്പോഴത്തേക്കും ഒരു 10 മണിയോടെ അടുത്തായപ്പോഴത്തേക്കും എന്താ പറയുക, അമ്പും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളും ഓളമൊക്കെ ആയിട്ടാണ്. അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ കുഞ്ഞു അവിടെ നിന്നിട്ട് ലൈറ്റൊക്കെ പിടിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും മേടിച്ച് കൊടുക്കാം. പിള്ളേരൊക്കെ അലമ്പായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയിൽ കയറിയിട്ട് അവിടെ ചെറിയൊരു കഫേ പോലെയാണ്. അപ്പോൾ ചായയും സ്നാക്സൊക്കെ ഉണ്ടാവും. പിള്ളേർക്കൊക്കെ എന്തെങ്കിലും മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെ കയറി പിള്ളേർക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. ഞങ്ങളും ഒരു ചായയൊക്കെ കുടിച്ചു കൂട്ടാം. അപ്പോൾ ഇതാണ് കടയുടെ ഉൾവശം. അപ്പോൾ കടയിലത്തെ ആൾ പറയാണ് പെരുന്നാളായിട്ട് കച്ചവടമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് അപ്പോഴത്തേക്കല്ലേ അമ്പൊക്കെ വരുള്ളൂ. അപ്പോൾ പതുക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ കടയുടെ പേര് വരണത്. പിന്നെ ഇതാണ് മൊത്തത്തിലൊരു ഔട്ട്ലുക്ക് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഫുള്ള് ഇപ്രാവശ്യം നാസിക് ഡോളാന്ന് തോന്നുന്നു. ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ശിങ്കാരിമേള ഉണ്ടായിരുന്നു, പിന്നെ നാസിക് ഡോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ള് ശിങ്കാരിമേള നാസിക് ഡോൾ, പിന്നെ 1-2 ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നല്ലോ കേട്ടോ. പക്ഷേ നെക്സ്റ്റ് ഡേ ഫുൾ ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അമ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാവരും ഓണായിട്ടാണ്. അങ്ങനത്തെ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പേപ്പർ ബ്ലാസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആരവങ്ങൾ ഉണ്ടാവുന്നത് കേട്ടോ. കുഞ്ഞിപ്പിള്ളേരായാലും വലിയ ആൾക്കാരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സംഭവമാണല്ലോ അത്. അതങ്ങോട്ട് വീഴുമ്പോൾ അത് പിടിക്കാനായിട്ട് കുഞ്ഞൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. കുറേ പേര് അത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ. ഇപ്പോൾ ഏത് പള്ളിപ്പെരുന്നാളിനായാലും പൂരത്തിനായാലും ഈ പേപ്പർ ബ്ലാസ്റ്റ് ഇല്ലാണ്ട് എന്താ ആഘോഷം എന്ന് പറഞ്ഞൊരവസ്ഥയാണ് ഇപ്പോൾ. കുറേ നാസിക് ഡോളുകാരുണ്ടായിരുന്നു കേട്ടോ. അവർ ശരിക്കും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും എനർജി എടുത്തിട്ട് അവർ അത് ചെയ്യുന്നത്. പക്ഷേ നല്ല ഡ്രസ്സുണ്ട് കേൾക്കാനും കാണാനും. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നാസിക് ഡോൾ മാത്രമല്ല, ശിങ്കാരിമേളവും ബാൻഡ് സെറ്റും എല്ലാം കൂടിയിട്ടുള്ളൊരു പെരുന്നാളായിരുന്നു കേട്ടത്. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. പെരുന്നാൾ
കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. തിങ്കളാഴ്ച ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നു കാണാനായിട്ട്. എന്നാലും അലമ്പൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ ഗാനമേള അവസാനിച്ചു കേട്ടോ. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ പറവട്ടാനി പള്ളിപ്പെരുന്നാൾ അങ്ങനെ അവസാനിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.